വിശേഷം? എല്ലാവരും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ഇങ്ങനെ പനിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. മുഴുവനും മാറിയിട്ടില്ല, നമ്മുടെ സൗണ്ട് ശരിയല്ല, ക്ഷമിക്കണം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു റെസിപ്പി ആയിട്ടല്ല, ഒരു ടിപ്പായിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു. മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ എങ്ങനെയാണ് കുറച്ചധികം ദിവസം കേടുകൂടാതെ സൂക്ഷിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ വാഴയിലയും ഒരുപാട് ദിവസം എങ്ങനെയാണ് സൂക്ഷിക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണാൻ മറക്കരുത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസമൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, ഒരു 15 ദിവസം വരെയെങ്കിലും നമുക്ക് വലിയ കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഞാൻ പറയുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ അഥവാ നമ്മുടെ ഇലകളൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് വാടിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ എങ്ങനെ കിട്ടേണ്ടതെന്നുള്ള ടിപ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചാണ് നമുക്ക് എങ്ങനെയാണ് പുതിനയിലയും മല്ലിയിലയും അതുപോലെ തന്നെ പച്ചമുളകും കേടുകൂടാതെ സൂക്ഷിക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മല്ലിയില കുറച്ചധികം ദിവസം കേടാവാതെ സൂക്ഷിക്കാൻ നോക്കാം. എൻ്റെ തൊണ്ട ശരിയല്ല, ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മല്ലിയില എടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി അത്ര ഫ്രഷൊന്നും അല്ല, ഇന്നലെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ നിറയെ മഞ്ഞ ഇലയുണ്ട്, അതുപോലെ തന്നെ കേടായ ഇലകളൊക്കെ ഉണ്ട്. മഞ്ഞയിലയുടെ കൂട്ടത്തിൽ കൂടെ നമ്മൾ നല്ല ഇല വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ നല്ല ഇലയും കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ മല്ലിയുടെ ഇലയിൽ നിന്ന് ഇതുപോലെ പഴുത്ത ഇലകളും അതുപോലെ തന്നെ ചീഞ്ഞ ഇലകളും ചീഞ്ഞ വേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ പലതരത്തിലുള്ള പുല്ലുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് അതെല്ലാം നമ്മൾ നോക്കണം. എല്ലാം ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് മല്ലിയുടെ ഇല മാത്രം നമുക്ക് എടുക്കുക. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇത് നല്ല ഇലകൾ മാത്രം വേർതിരിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ കടഭാഗം കട്ട് ചെയ്ത് കളയാൻ പോവുകയാണ്. ഈ വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയും. വേരിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലാണ് കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഇരിക്കുകയുള്ളൂ. മാത്രമല്ല, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റേ മഞ്ഞയിലയിൽ നിന്ന് ഇത് വേർതിരിക്കാനാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ വേര് കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ചെയ്താൽ മതി, അതിന് കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വേരും ഇലയുടെ ഭാഗം മാത്രം എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് താല്പര്യം അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുപാട് തണ്ട് എടുക്കാറില്ല, ഒരു 3/4 ഭാഗം വെച്ച് ഇങ്ങോട്ട് അങ്ങ് മുറിക്കും. കൈ കൊണ്ട് തന്നെ അങ്ങ് മുറിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് തണ്ട് വേറെ വേണമെങ്കിൽ പ്രിസർവ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് നമുക്ക് ഓരോന്നും മുറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരുമിച്ച് പിടിച്ച് കണ്ടിട്ട് അങ്ങ് കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കും. ഞാൻ നിങ്ങൾക്കിപ്പോൾ വീഡിയോ ചെയ്യുന്ന കാരണം മാത്രം ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് വേര് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇലയുടെ ഭാഗവും കുറച്ച് സ്റ്റെമ്മിൻ്റെ ഭാഗവും മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഞാൻ ഈ വേര് കളയില്ല, ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കവറിൽ എടുത്ത് വെച്ചിട്ട് ഞാൻ മിക്കവാറും ദിവസം രസം ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ രസത്തിലേക്കൊക്കെ ഞാൻ ഈ വേരിൻ്റെ ഭാഗവും ഈ സ്റ്റെമ്മിൻ്റെ ഭാഗമാണ് അങ്ങ് മുറിച്ചിടാറ്, അല്ലെങ്കിൽ ചതച്ചിടുകയും ചെയ്യാം. അപ്പോൾ നല്ല ഫ്ലേവറാണ്. ഈ ഭാഗം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തനിയെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് 2-3 തരത്തിൽ ഇത് പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പോർഷൻ മാത്രം ആദ്യം എടുക്കാം. ഞാനിവിടെ അധികം മല്ലിയില വാങ്ങിച്ച് വെക്കാറില്ല, കാരണം എനിക്ക് തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റുള്ള കാരണം ഒരു ദിറംസിന് മേലെ വാങ്ങിക്കാറില്ല. എപ്പോഴും ഞാൻ വിളിച്ച് പറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ദിവസം എനിക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യം വരാറില്ല. അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത കാരണം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. അതിന് വേണ്ടി ഞാനിവിടെ ആദ്യം എടുക്കുന്നത് കിച്ചൺ ടിഷ്യൂ ആണ്. ചിലപ്പോൾ എല്ലാവരുടെ അടുത്ത് ഇതേപോലത്തെ കിച്ചൺ ടിഷ്യൂ ഉണ്ടായിന്ന് വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കിച്ചൺ ടിഷ്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ന്യൂസ് പേപ്പർ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെയൊക്കെ കിട്ടുന്ന ന്യൂസ് പേപ്പറിൻ്റെ കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്ലോസിയാണ്. അതേസമയം നാട്ടിലൊക്കെ കിട്ടുന്ന പേപ്പർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കിച്ചൺ ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമൊക്കെ തന്നെയായിരിക്കും, പുതിയ അറിവുകളൊന്നുമല്ല. പക്ഷേ ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു മാത്രം. മല്ലിയുടെ ഇല കവർ ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് പതുക്കെ, ഒരുപാട് അങ്ങ് ബലം കൊടുത്ത് റോൾ ചെയ്യാൻ പാടില്ല. പിന്നെ ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ആദ്യം തന്നെ നന്നായി വാഷ് ചെയ്യും, അതിനുശേഷം ഉണക്കും, അതിനുശേഷമാണ് ഇതിങ്ങനെ ചെയ്യാറ്. പക്ഷേ ഞാൻ മല്ലിയുടെ ഇല വാഷ് ചെയ്യാറില്ല, നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം വാഷ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, മല്ലിയുടെ ഇല ആദ്യമേ തന്നെ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര നമ്മൾ ഉണക്കി കഴിഞ്ഞാലും അതിൻ്റെ ആ വാട്ടർ കണ്ടൻറ്റ് കുറേയൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള ചാൻസ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശമില്ല. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ ഒന്ന് ഒപ്പി കളയണം വെള്ളത്തിൻ്റെ അംശം. അതിനുശേഷം ഇതുപോലെ കിച്ചൺ ടിഷ്യൂവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ഭാഗം റോൾ ചെയ്തു, അതിനുശേഷം വീണ്ടും അതിൽ കുറച്ച് വെക്കുക. അങ്ങനെ കുറച്ച് പാർട്ടായിട്ട് വെച്ചതിന് ശേഷം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിരിക്കുമ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് റോൾ ചെയ്തെടുക്കുന്നത്. മനസ്സിലായല്ലോ? വേര് നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് കവറിൽ വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ കിച്ചൺ ടിഷ്യൂവിൽ നമ്മൾ ഈ മൊത്തത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന മല്ലിയുടെ ഇല പൊതിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കൊരു വേറൊരു സിപ്പ് ലോക്ക് കവറിൽ വെക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സിപ്പ് ലോക്ക് കവർ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ ഇത് ഇടുക. അതിനുശേഷം
അങ്ങ് മടക്കുക. വീണ്ടും വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് അങ്ങ് ഇത് റബ്ബർ ബാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക. മനസ്സിലായല്ലോ? ഞാനിപ്പോൾ ഈ കവറിലല്ല വെക്കാൻ പോകുന്നത്. ഞാൻ അതിന് പകരമായിട്ട് എൻ്റെ കയ്യിൽ സിബ്ലോ കവർ ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു സിബ്ലോ കവർ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. ഞാൻ എപ്പോഴും വലുതിലാണ് വെക്കാറ്, കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലത്തെ കംപ്ലീറ്റ് എയർ കളഞ്ഞതിന് ശേഷം ഒന്ന് മടക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ഒരു സിബ്ലോ കവറും കൂടി എടുക്കുന്നുണ്ട്, അതിലോട്ടങ്ങ് വെക്കുക. ഞാനിങ്ങനത്തെ സിബ്ലോ കവർ ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. എപ്പോഴെപ്പോഴും പുതിയതായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതങ്ങ് ക്ലോസ് ചെയ്ത് കൊടുക്കുക, എയർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴും നോക്കുക ഇതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടോ എന്ന് നോക്കണം. കൂടുതൽ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ വെച്ചിരിക്കുന്ന കിച്ചൺ ടിഷ്യൂ മാറ്റിയിട്ട് വേറെ കിച്ചൺ ടിഷ്യൂ വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല വെക്കേണ്ടത്, ഫ്രിഡ്ജിൽ സാധാരണ നമ്മൾ പച്ചക്കറി വെക്കുന്ന ഭാഗത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ മുകളിൽ വേറെ ഖനമുള്ള പാത്രങ്ങളൊന്നും വെക്കരുത്. വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുക്കുക. നമുക്ക് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്നൊരു പാത്രമാണിത്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ ആയാലും കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തെ ലെയറിൽ ഒരു ഇതേപോലെ ഒരു കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് അങ്ങ് താഴെ അങ്ങ് വെക്കുക. ഓക്കെ, നമ്മളിതെന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഇതിലെന്തെങ്കിലും നനവ് ഈർപ്പം വരുന്നുണ്ടെങ്കിൽ, നനവ് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കിച്ചൺ ടിഷ്യൂ ആദ്യം തന്നെ നമ്മൾ താഴെ വെക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നല്ല നീറ്റായിട്ടുള്ള മല്ലിയുടെ ഇല അങ്ങ് വെച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് അമർത്തി വെക്കാൻ പാടില്ല. എപ്പോഴും വളരെ ഡെലിക്കേറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്തല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു കിച്ചൻ്റെ ടിഷ്യൂ എടുക്കുക. എന്നിട്ട് അതിനെ കവർ ചെയ്യുന്ന പോലെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൂടുതൽ ഈർപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് വലിച്ചെടുത്തോളൂ രണ്ട് സൈഡിൽ നിന്നും. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെക്കുക. രണ്ട് തരത്തിൽ നമുക്കിങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഞാൻ എപ്പോഴും ബോക്സിൽ വെക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഇങ്ങനെയാണ് നമ്മളുടെ മല്ലിയില സൂക്ഷിക്കുക. പറഞ്ഞ പോലെ ബാക്കിയുള്ള ഈ കട ഒരു കവറിലിട്ടിട്ട് സാധാരണ രീതിയിൽ അങ്ങ് എടുത്ത് വെച്ചാൽ മതി. അത് പിന്നെ വേറൊരു കാര്യം, ഇപ്പം നിങ്ങളിത് എടുത്തു ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കുറച്ച് വാടിയ പോലെ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വാടിയ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രത്തിൽ വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 5-6 കഷ്ണം ഐസ് ക്യൂബ് ഇടുക. ഓക്കെ, എന്നിട്ട് അതിലോട്ട് ഈ വാടിയ മല്ലിയുടെ ഇലയോ അല്ലെങ്കിൽ പുതിനയുടെ ഇലയോ എന്ത് ഇലയാണെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നോക്കൂ, അത് വീണ്ടും ഉയർന്നെഴുന്നേറ്റ പോലെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അതും നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അത് ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് രണ്ടും ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കുക. ഒരാഴ്ച മുൻപ് കുറച്ച് മല്ലിയുടെ ഇല വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒരു ഡപ്പിലെടുത്ത് വെച്ചതാണ്. ഞാനിതിൻ്റെ ടിഷ്യൂ പേപ്പർ ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ട ഈ ഒരു രീതിയിൽ ഇരിക്കുന്നുണ്ട്, ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് പുതിനയുടെ ഇല എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കുക. സെയിം മെത്തേഡ് തന്നെ കേട്ടോ. പക്ഷേ പുതിനയുടെ ഇല ചെയ്യുമ്പോൾ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെം എടുക്കാറില്ല, ഇല മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണ് പതിവ്. കടയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് കിട്ടുന്നതാണ്. അതുകൊണ്ട് നേരെ പോയി വാങ്ങിക്കുന്ന ആ ഫ്രഷ്നെസ് വിളിച്ച് പറയുമ്പോൾ കിട്ടില്ല, അതാണ് ഇഷ്യൂ. ചിലപ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും കടയിൽ നേരിട്ട് പോയി വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതേപോലെ പുതിനയുടെ ഇല എന്ത് ചെയ്യണം, അത് ഓരോ ഇലയും തനിയെ നമുക്ക് ഇതേപോലെ അങ്ങ് എടുക്കണം. നിങ്ങൾക്കിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റെമ്മിൻ്റെ ഭാഗമില്ലേ ജസ്റ്റ് ഒന്ന് സ്ലാൻഡിങ് ആയിട്ട്, അതായത് ചരിച്ചങ്ങ് കട്ട് ചെയ്യുക ഇലയൊക്കെ എടുത്തതിന് ശേഷം. എന്നിട്ട് 2-3 ദിവസം വെള്ളത്തിലങ്ങ് ഡിപ്പ് ചെയ്തിട്ടേക്കാം. അപ്പോഴേക്കിനും അതിൻ്റെ ചെറുതായിട്ട് വേര് വരാൻ തുടങ്ങും. ആ വേരോടുകൂടി വരുന്ന ആ സ്റ്റെമ്മ് നമുക്ക് ഒരു ചട്ടിയിൽ മണ്ണിൽ കുഴിച്ചിടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ പുതിന വളർത്തിയെടുക്കാൻ പറ്റും. ഇതും ഞാൻ വാഷ് ചെയ്യുന്നില്ല, നമ്മൾ കുക്കിങ്ങിന് എടുക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ വാഷ് ചെയ്യുള്ളൂ. പിന്നെ കുക്കിങ്ങിന് എടുക്കുന്ന സമയത്ത് വാഷ് ചെയ്യുമ്പോഴും ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, അതിൽ കുറച്ച് ഉപ്പിടുക, അതിനുശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഈ പുതിനയുടെ ഇല അല്ലെങ്കിൽ മല്ലിയുടെ ഇല ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കുക. അതിനുശേഷം നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇല എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം പ്രൊസീജിയർ ചെയ്യാം. നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഡപ്പ എടുക്കാം. അതിലോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു കിച്ചൺ ടിഷ്യൂ അല്ലാന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ കേട്ടോ ഞാൻ വെക്കുക. എന്നിട്ട് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. നിങ്ങളുടെ അടുത്ത് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വലിയ ഡപ്പി എടുക്കുക. പിന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്നറിയാമോ, നമ്മുടെ റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ ചെന്ന സമയത്ത് എന്ത് പച്ചക്കറി വെച്ച് കഴിഞ്ഞാലും ഐസ് പോലെയാണ്. അതായത് ഒരു ദിവസം ഞാൻ കുമ്പളങ്ങയൊക്കെ പുറത്തെടുത്ത സമയത്ത് ഐസ് പോലെ ഇരിക്കുന്നത്. അത് തന്നെ ഐസ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുമ്പളങ്ങ ഉപയോഗിക്കാനേ പറ്റില്ല, അത്രയും വെള്ളം പോലെ ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നൊക്കെ സെർവൻസ് ആണ്. അപ്പോൾ അത് അവർക്കറിയില്ല. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും കോൾഡസ്റ്റിലാണ് ഇട്ടേക്കുന്നത്. ഓൾറെഡി നല്ല തണുപ്പ് സമയമായിരുന്നു, മഴക്കാലമായിരുന്നു. അത് ഓവറായിട്ട് തണുപ്പിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഭാഗം ഫ്രീസറിലൊക്കെ കോൾഡ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, കോൾഡ് ഡസ്റ്റിൽ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമില്ല, കാരണം ഐസ് ആവേണ്ടതാണ് ഫ്രീസർ. പക്ഷേ നമ്മൾ സാധാരണ റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് താഴത്തെ ഭാഗമാണ്. അപ്പോൾ
വെജിറ്റബിൾസ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു സാധാരണ രീതിയിൽ തണുപ്പിൽ മതിയാവും. ഓവറായിട്ട് തണുത്ത് കഴിഞ്ഞാൽ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കേടായി പോകും. പ്രത്യേകിച്ച് ഇതുപോലത്തുള്ള ഇലയൊക്കെ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് AC തണുപ്പുള്ള സ്ഥലത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും മീഡിയം കോൾഡിൽ ഇട്ടാൽ മതിയാവും. അല്ലാണ്ട് കോൾഡസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകണ്ട. ഓക്കെ, അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളത് അതേസമയം നല്ല ചൂടുള്ള സമയമാണ് നാട്ടിലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് തണുപ്പ് കൂട്ടിയിടാം. അതിടയ്ക്ക് നോക്കാൻ മറക്കരുത് കേട്ടോ, ആ ഒരു സെറ്റിങ്. അപ്പോൾ ഇതുപോലെ അടച്ച് നമ്മുടെ പുതിനയുടെ ഇലയും അടച്ചങ്ങ് വെക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എന്താണ്, പച്ചമുളകിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും അല്ലേ. ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതേപോലെ അങ്ങ് മാറ്റി വെക്കണം. അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോകും. ഇതിൽ നന്നായി വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒപ്പി കൊടുക്കുക. ഒട്ടും ഈർപ്പുണ്ടാവാൻ പാടില്ല. ഈർപ്പുണ്ടെങ്കിലാണ് സാധനങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോവുക. ഈ പച്ചമുളകൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലതൊക്കെ ഓൾറെഡി ചീഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഉണ്ട് അല്ലേ. ചീഞ്ഞ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇതും ഞാൻ വാഷ് ചെയ്യുന്നില്ല, നമ്മൾ എടുക്കുന്ന സമയത്ത് മാത്രമേ വാഷ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗമില്ലേ, തണ്ടില്ലേ, ഈ തണ്ട് നമ്മൾ ഒന്ന് റിമൂവ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ മതി, കത്തിയൊന്നും വേണ്ട. മൊത്തത്തിൽ നമ്മുടെ പച്ചമുളകിൻ്റെ തണ്ട് ഞാൻ റിമൂവ് ചെയ്യട്ടെ കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത് വെച്ചിരുന്ന പച്ചമുളകായിരുന്നു. പച്ചമുളക് ഇപ്പോഴും അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, കേടായിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ചെണ്ണം ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് തന്നെ ഉപയോഗിക്കാം പച്ചമുളക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിപ്പോൾ കറി ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ നിന്ന് ഈ പച്ചമുളക് എടുത്ത് മാറ്റുകയാണ്. ഈ സെയിം ബോക്സിൽ തന്നെ നമുക്ക് പുതിയ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം തണ്ടൊക്കെ മാറ്റി വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിൽ നനവൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. പേപ്പർ വയ്ക്കുക, എന്നിട്ട് അങ്ങ് അടയ്ക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും അതുപോലെ തന്നെ പച്ചമുളക് നമ്മൾ എടുത്ത് ഒന്ന് കവറിലാക്കിയിട്ടുണ്ട്, ബാക്കി 3 ഇതേപോലെ തന്നെ ബോക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചിലവർ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹെർബ്സും, അതായത് റോസ്മേരി, അതുപോലെ തന്നെ ബേസിൽ, അതായത് നമ്മുടെ തുളസി, പിന്നെ ഇതേപോലത്തുള്ള ബാക്കി പുതിന, മല്ലിയിലൊക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം നൈസാക്കിയിട്ട് അങ്ങ് അരിഞ്ഞെടുക്കും. അതിനുശേഷം നമ്മൾ ഐസ് ട്രേയിലുള്ളിൽ അത് ഇട്ടതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് അതങ്ങ് പ്രിസർവ് ചെയ്ത് വെക്കും. ചിലവർ വെള്ളത്തിന് പകരമായിട്ട് ഓയിൽ ഒഴിക്കുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഇതാണ് എൻ്റെ രീതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എന്നോട് പറയുക. ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഓരോ സിനിമകളുണ്ട് നല്ല ആവശ്യമുണ്ടാവും. നല്ല വ്യാഴാഴ്ച ഒരു ടിഷ്യൂ എടുത്ത് നോക്കൂ. നല്ലോണം മൂക്കിയിട്ട് വേണം, നല്ലൊരു ഞാൻ കറിയുടെ എടുക്കണ